ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് ഒരു മാസമായി. ഈ അടുത്ത് നമ്മുടെ നൂറെ ഹബീബ് തങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് പറയാനൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇൻഷാ അള്ളാ നമ്മൾക്ക് ഇന്ന് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ നൂറെ ഹബീബ് തങ്ങളെയും നൂറെ ഹബീബ് തങ്ങളുടെ ജ്യേഷ്ഠൻ്റെയും മജ്ലിസൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടു നോക്കാം ഇൻഷാ അള്ളാ. ഏതായിട്ടും വീഡിയോയിൽ കൂടെ കൂടുക അവസാനം ഭാഗം വരെ. ആദ്യമായിട്ട് പറയാനുള്ളത്, ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് ഏകദേശം ഒരു മാസത്തോളമായി. ഈ ഒരു ഇതിൽ പറയുന്നത് പ്രൊമോഷൻ ആണെങ്കിൽ പ്രൊമോഷൻ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വിഷയം പറയുന്നത്, അതായത് ഇതിൻ്റെ റീസൺ ആണെങ്കിൽ അതും ശരി തന്നെയാണ്. ഓക്കെ, ഞാൻ പറയാം. അതായത് നമ്മളൊരു കഡ്സോ എന്ന് പറയുന്ന ഒരു ക്ലോത്തിങ്ങിൻ്റെ ബ്രാൻഡ് ഓപ്പൺ ചെയ്തു. ഇതിൽ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബിൽ ഇതിൻ്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്ക് ആയിരക്കണക്കിന് ഓർഡേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് നമ്മുടെ തീം എന്താണെന്ന് വെച്ചാൽ, മദ്രസ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല അഫോർഡബിൾ പ്രൈസിൽ. നിങ്ങൾ ചിന്തിക്കുക, ഒരു സ്റ്റിച്ചിങ് ചെയ്ത് ഫയർ ആൻഡ് പാൻറ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് 600 രൂപ വരെ സ്റ്റിച്ചിങ് ചാർജ് മാത്രം എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു കഡ്സോ അണ്ടറിൽ 699 നമ്മൾ ഓഫറായിട്ട് കൊടുത്തു. പക്ഷേ എല്ലാ ആൾക്കാരും അത് സ്വീകരിച്ചു. ഡ്രസ്സ് പീസും അടക്കം നല്ല ക്വാളിറ്റിയോടുകൂടി നമ്മൾ കൊടുത്തു എന്നുള്ളതാണ്. അതിനെല്ലാവരും നിങ്ങൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ബിസിയായി കിടക്കുകയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഓർഡർ ഫുള്ളായിരിക്കുകയാണ്. 12 റബീഉൽ അവ്വൽ 12 വരെയുള്ള ഓർഡർ ഫുള്ളാണ്. അതിനുശേഷം നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ നൂറെ ഹബീബ് തങ്ങൾ, ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ മജ്ലിസിൻ്റെ പിന്നാലെ നിങ്ങൾ പോകല്ലേ, ഇതൊക്കെ പണത്തിന് വേണ്ടി മാത്രമായിട്ടുണ്ടാക്കിയ മജ്ലിസാണ് എന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കേട്ടില്ല എന്നുള്ളത് മാത്രമാണ്. ഈ അടുത്തൊരു വോയിസ് ലീക്കായി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ഞാൻ നിങ്ങൾ കേൾപ്പിച്ചു തരാം. അതിൽ കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അത് AI വോയിസാണ്, തങ്ങളെ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് വോയിസാണ്, AI ആണ്, അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ തങ്ങൾക്ക് ഇത് മുഖേന ഒരു കേസ് കൊടുക്കാൻ കഴിയില്ലേ? എൻ്റെ വോയിസ് വെച്ചിട്ട് ഇതുപോലെ അപപ്രചാരം നടത്തുന്നുണ്ട് എന്ന് കേസൊക്കെ നടത്തിയാൽ നല്ലതല്ലേ? അപ്പോൾ കേസ് കൊടുത്തിട്ട് അതിൻ്റെ പിന്നാലെ പോയിട്ട് അതാരാണ് AI ചെയ്തതെന്ന് പിടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ തങ്ങളവിടെ സേഫായി അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ തങ്ങളുടെ അഭിമാനികൾ. ഓക്കെ, തങ്ങളെന്ന് പറയുന്നുണ്ട്, എന്താണെന്നുള്ളതായാലും. ഓക്കെ, നമുക്ക് കണ്ടു നോക്കാം. തടിക്ക് ബാധിക്കുന്ന നിങ്ങളില്ലാതെയാകണം. അത് മറ്റും ചെയ്തൊന്നും പറയണ്ട. അത് നമ്മൾ ഏറ്റാണ് ഭയങ്കര വിഷയം കാണുന്നുണ്ട്. ഇത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയുസ് കുറയും. അത്രയും പ്രശ്നമൊക്കെയാണ്. ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ വരാണ്ട് അള്ളാഹു കാക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്കിപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യാൻ 3000 ചില ഉറപ്പ് വരും താൽക്കാലികമായിട്ട്. ഓക്കെ, ഇപ്പോൾ റബീഉൽ അവ്വലിന്റെ ഓഫറൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അടുത്തതായിട്ട് കേട്ട് നോക്കാം. പിന്നെ പഞ്ചലോകത്തിന്റെ തകിട് ചെയ്യാനായിട്ട് ഗ്രാമെങ്കിലും വേണം, ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ അത് 7800 റുപ്യ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മരിക്കോളം ഒരു എന്താ ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്? ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഓൺലൈൻ മജ്ലിസ് എല്ലാം നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ വെറും നിങ്ങളെ നല്ലാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അസുഖം മാറാൻ വേണ്ടിയിട്ടോ മാത്രമായിട്ട് ഉണ്ടാക്കിയ മജ്ലിസുകളല്ല. അതിൽ കൂടുതലായിട്ടും ആൾക്കാരൊക്കെ പണത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മജ്ലിസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളടുത്ത് ഞാൻ പണ്ട് മുതൽ പറയുന്ന കാര്യമാണ്. നമ്മുടെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും വർഷത്തിൽ ഇയർലി 2 to 3 ടൈംസ് എങ്കിലും ഞാൻ ഓൺലൈൻ മജ്ലിസിനെ കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. മനസ്സറിഞ്ഞ് ചിന്തിച്ച് നോക്കുക. ഓക്കെ, ഞാൻ ഒരു സ്റ്റോറി 2 പ്രാവശ്യം പറഞ്ഞതാണ്. ഈ അടുത്ത് ഒരു ചില മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു ഭർത്താവായ ഒരാൾ വിളിച്ച് പറഞ്ഞ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഭാര്യ ഭക്ഷണം പോലും കൊടുക്കുന്നില്ല, കുട്ടികളെ സമയത്തിന് സ്കൂളിൽ അയക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഓൺലൈൻ മജ്ലിസിനെ ചുരുക്കി പറഞ്ഞതാണ്. ഓൺലൈൻ മജ്ലിസിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ ഇതിൽ എന്തെങ്കിലും പ്രതിഫലം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കുടുംബത്തിനെ പോലും നോക്കാതെയാണ് ഈ ഇത് നോക്കുന്നത്, മജ്ലിസ് കാണുന്നത്. അത് എന്താ, നാളേക്ക് ദിക്ർ കംപ്ലീറ്റ് ആവണം. ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് 1 ലക്ഷം ദിക്ർ കംപ്ലീറ്റ് ആവണം. അള്ളാഹു വേലം. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ജെറോക്സ് കോപ്പി വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നമ്മുടെ അൻസാരി സൂരി വേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ വീഡിയോ തന്നെ കണ്ടു നോക്കിയാൽ മതി. അതിൽ നിന്ന് ധാരാളമുണ്ട്.
سلطان العارفين أحمد الكبير الرفاعي قدس الله سكاف العزيز سلطان الهند هاجا غريب نواس سلطان الهند هاجا أعوذ بالله من الشيطان الرجيم الحمد لله رب العالمين الرحمن الرحيم مالك. എന്താ ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ചിരിച്ചൂടെ? ചിരിക്കാം. നമ്മളൊക്കെ പല സംഗമങ്ങളിൽ തമാശ പറയുന്നത് ചിരിക്കലുണ്ട്. പക്ഷേ ഒരു ആത്മീയ മജ്‌ലിസിൽ മഹത്തുക്കളുടെ പേര് പറയുന്ന അവരെ അനുസ്മരിക്കുന്ന ഇത്തരം മജ്‌ലിസിലൊക്കെ കിടന്ന് ഈ സൈസ് കോപ്രായം കാണിക്കുമ്പോഴേ ആ കോപ്രായം കാണിക്കൽ മാത്രമല്ല, അത് പൊതുമധ്യത്തിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഇവിടെയൊക്കെ ആ ഒരു മനോഭാവം എന്നെ സംബന്ധിച്ചിടത്തോളം മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ട മനുഷ്യരുടെ സ്വഭാവമാണ് ഇത്. നിങ്ങളൊന്ന് ആലോചിച്ച്, ഞാനും നിങ്ങളുമൊക്കെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണല്ലോ. നമ്മൾ മഹാന്മാരുടെ അനുസ്മരണത്തിൽ അല്ല അവരെ കുറിച്ച് പറയുന്ന ഒരു സംഗമത്തിൽ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളത് പൊതുമധ്യത്തിൽ എവിടെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ആരെങ്കിലും ചിരിക്കുകയാണെങ്കിൽ നമ്മളത് അപ്ലോഡ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കും. സ്വാഭാവികമായി വിമർശനം വരും. അങ്ങനെ വിമർശനം വരും എന്നറിഞ്ഞിട്ടും ഇത് അപ്ലോഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇനി ആരെല്ലാം വിമർശിച്ചാലും ഞങ്ങൾക്ക് ഒരു പുല്ലും ഒരു പിണ്ണാക്കും ഇല്ലാന്നറിയാം. ചക്കരയിലേക്ക് ഈച്ച പൊതിയുന്നത് പോലെ അവരുടെ സമക്ഷത്തിലേക്ക് ജനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ നാട്ടിൽ അന്തവും ബുദ്ധിയും ബോധവും ഇല്ലാത്ത പ്രവാസികൾ അയച്ചു കൊടുക്കുന്ന പൈസ ഇവിടെ കാൽച്ചോട്ടിക്കൊണ്ടിടുമെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഇവർ ഈ ചിരിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ആത്മീയ മജ്‌ലിസിൽ എങ്ങനെയാണ് ഒരു അതാ ശ്രോതാക്കൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ പുച്ഛിക്കുന്ന തരത്തിലുള്ള ചിരി. അയ്യേ, എന്ത് മനുഷ്യന്മാർ ഇവരെയൊക്കെ താങ്ങാൻ ഇവിടെ ആളുണ്ടല്ലോ എന്നാലോചിക്കുകയാണ്. നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളാണ് കൂടുതലും സാക്ഷ്യം പറയാന്ന് പറയും. അതായത് അവർ പ്രാർത്ഥിച്ചിട്ട് ഫലം ഉണ്ടായി കഴിയുമ്പോൾ ഇന്ന ആൾക്ക് ഫലം ഉണ്ടായി, ഇവർക്ക് നാളുകളായിട്ട് വയറുവേദന ഉണ്ടായിരുന്നു, ആ വയറുവേദന ഇപ്പൊ മാറിയിട്ടുണ്ടെന്ന് സാക്ഷ്യം പറയൽ സാധാരണഗതിയിൽ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ പ്രാർത്ഥന സംഗമങ്ങളിലാണ്. സുവിശേഷ പരിപാടി ഇതിപ്പം നമ്മുടെ സമുദായത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഇവരതിന് വിളിക്കുന്ന പേര് ഫദ്ല് പറയാന്ന്. വർഷങ്ങളായിട്ട് ക്യാൻസർ ആയിരുന്നു ഈ സഹോദരിക്ക്. ആ സഹോദരി ഇത് കണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കൊണ്ട് പറഞ്ഞ് പ്രൊമോഷൻ ചെയ്യിക്കുക. എന്തിനാണ് ഈ ആത്മീയതൊക്കെ പ്രൊമോഷൻ? ഒരു ഡോക്ടർ നല്ല ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടറിന്റെ ആളുകൾ വന്ന് കൂടൂലേ? ആ പരിസരത്തെങ്കിലും നിൽക്കാൻ പറ്റുമോ? വണ്ടി വെക്കാൻ, വാഹനം വെക്കാൻ സ്ഥലം ഉണ്ടാവുമോ? കംപ്ലീറ്റ് ആളായിരിക്കും അവിടെ, ജനനിബിഡമായിരിക്കും ആ ഡോക്ടറിന്റെ കഴിവില്, അല്ലെ? അങ്ങനല്ലേ? ആത്മീയ മജ്‌ലിസിൽ അദ്ദേഹം നല്ല ചികിത്സാരിയാണെങ്കിൽ, വിശുദ്ധമായ ഖുർആൻ കൊണ്ട് നന്നായിട്ട് ചികിത്സിക്കുന്ന ഒരാളാണ് എങ്കിൽ, അതിൽ ആളുകൾക്ക് രോഗശാന്തി കിട്ടുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായ ആളുകൾ അവരുടെ വന്നു കുന്നുകൂടും. എന്തിനാണ് ഈ പ്രൊമോഷൻ? ഞാൻ ക്യാൻസർ മാറ്റി കൊടുത്തു, ഞാൻ ചോറി മാറ്റി കൊടുത്തു, വർഷങ്ങളായിട്ട് എന്തിനാണ് ഇത് പറയുന്നത്? എന്താണ് അതിന്റെ പിന്നിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് ആത്മീയതയ്ക്ക് എന്തൊരു പ്രൊമോഷൻ? നിങ്ങൾ നല്ല വ്യക്തിത്വങ്ങളാണെങ്കിൽ അള്ളാഹു ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം തരും. എന്ത് നാറിയ പരിപാടിയാണെന്ന് അറിയാം, വൃത്തികെട്ട പരിപാടി. ഒരു മജ്‌ലിസിൽ ഇരുന്നിട്ട് കണുകണന്ന് കിടിക്കുകയാണ്, എന്നിട്ട് അതെടുത്ത് പോസ്റ്റ് ചെയ്യാൻ. ഇതിനൊന്നും ദുൽ ഉഖലാ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ പെടുന്നതല്ല. നിങ്ങൾ തങ്ങളാണ് മറ്റാണ് മറിച്ചാണ് പറയാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ പറയും. നിങ്ങൾ അങ്ങനെ കരുതിയാൽ മതി. എനിക്ക് എന്നെ കൊണ്ട് സാധിക്കത്തില്ല. ഇതൊക്കെ മറ്റുള്ള മനുഷ്യന്മാർ കാണുകയല്ലേ? ഒരു തങ്ങളീയത്തുണ്ടെന്ന് പറയും, എന്തെല്ലാം കോപ്രായങ്ങളെ കാണിക്കുന്നത്. നമ്മുടെ മറ്റു തങ്ങന്മാർ ആരോടെങ്കിലും നമുക്ക് അത്തരത്തിലുള്ള ഒരു വിയോജിപ്പോ ഒരു അഭിപ്രായ വ്യത്യാസം നമ്മൾ പറയുന്നുണ്ട് ഇല്ല? എന്തുകൊണ്ട്? അവരെല്ലാം അവരുടെ ആ ഒരു ഡിഗ്നിറ്റി, അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി, അഹ്ലു ബൈത്തിന്റെ ഗുണങ്ങൾ കാണിക്കുന്നവരാണ്. ഇവരെന്താണ് ഈ കാണിക്കുന്നത്? എന്നിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രാകുക, അവരെ ചീത്ത വിളിക്കുക, അവരെ ഭയപ്പെടുത്തുക. അതൊക്കെ എന്റെ പെരയെ പോയി ഭയപ്പെടുത്തിയാൽ മതി. അത് നമ്മുടെ ഇറക്കാൻ നിൽക്കരുത്. നന്നായിട്ട് പറയും. ദിസ് ഈസ് കോൾഡ് ബിസിനസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ ചിന്തിക്കുക, മാറുക, നല്ലാവുക, നല്ല വഴിയിലൂടെ സഞ്ചരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് തുടരെയായി വീഡിയോ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും ഇതുപോലെ പറയാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് കൂടെ കൊടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.